എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. കഴിഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസസ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു, എല്ലാം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം. നമുക്ക് നല്ല പരിചയമുള്ളതാണ്. നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനെ കുറിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ന്യൂട്ടന്റെ തലയിൽ, ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു എന്നും, അങ്ങനെ എന്തുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴാനെന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നും, അതിൻ്റെ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തിയത് എന്നും എല്ലാം നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ഇത് ഭൂമിക്ക് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു തെറ്റിദ്ധാരണ വരും. ഭൂമിക്ക് മാത്രമാണ് ഈ വസ്തുക്കളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, ആകർഷിക്കാനുള്ള കഴിവ് ഭൂമിക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ സംഭവിക്കും. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് വരും, ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലേക്ക് വരും. അതിനു മുമ്പ് അവിടെ ഭൂമിയുടെ ഈ കഴിവിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് known as gravity. The earth attracts all objects towards its center. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെന്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. This force of attraction is the force of gravity. ഇതാണ് ഭൂഗുരുത്വ ബലം. ഇനി അതിന്റെ ഭാഗമായിട്ട് a mango falling down from a mango tree, artificial satellites revolving around the sun. കൃത്രിമ ഉപഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങാൻ അതിന് വേണ്ടതായ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വേണ്ടതായ ആ സർക്കുലർ മോഷനിൽ, വർത്തുള പാതയിൽ തുടരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സെന്ററിലേക്ക് ഒരു ബലം അനുഭവപ്പെടണം. അത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞേക്കുന്നത് ഒരു സ്പ്രിംഗ് ബാലൻസ് എടുത്തിട്ട് സ്റ്റോൺ ഓഫ് ലോ മാസ് ആൻഡ് അനദർ വൺ ഓഫ് സ്ലൈറ്റ്ലി ഹയർ മാസ്. ഒരു കല്ല്, ഒരു കനം കുറഞ്ഞൊരു കല്ലും അതിനേക്കാൾ ലേശം കനം കൂടിയ ഒരു കല്ലും നമ്മൾ സ്പ്രിംഗ് ബാലൻസ് എടുത്ത് തൂക്കി നോക്കുക. നമുക്കറിയാം, കനം കൂടിയ കല്ല് സ്പ്രിങ്ങിനെ കൂടുതൽ വലിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിനെ വലിക്കണത്, കല്ല് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിനെ വലിക്കുന്നത് ഭൂമി ഈ കല്ലിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ കല്ലിന്റെ മുകളിൽ അനുഭവപ്പെടുന്നത്. അത് മൂലമാണ് ഈ സ്പ്രിങ് വലിയുന്നത്. എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ കല്ലിന് കൂടുതൽ ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മാസ് എന്താണെന്നോട് പറഞ്ഞത്, മാസ് ഓഫ് എ ബോഡി ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അത് വീണ്ടും പറയാൻ കാരണം, മാസും വെയിറ്റും രണ്ടാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം പരിചയമുള്ള സംഗതിയാണ്. മാസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അതിന്റെ യൂണിറ്റ്, ആ മാസ് അളക്കുന്ന യൂണിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാസിനെ കുറിച്ച് മനസ്സിലാക്കാം. കാരണം ആ യൂണിറ്റുമായി നമ്മൾ ഡെയിലി ലൈഫിൽ അത്രയും ഇടപഴകുന്നുണ്ട്. ഏതാ യൂണിറ്റ്? കിലോഗ്രാം. അപ്പൊ കിലോഗ്രാമിൽ എന്താണോ പറയുന്നത് അതാണ് മാസ്. അതിനാലാണ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് എന്ന് പറയാൻ കാരണം. എമൗണ്ട് ഓഫ് മാറ്റർ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ്. അത് പറയാൻ കാരണം അതാണ്. അപ്പൊ കിലോഗ്രാം എന്നുള്ള യൂണിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാസ് എന്താണെന്ന് മനസ്സിലാവും. ഇതേ അർത്ഥത്തിൽ തന്നെ പലപ്പോഴും വെയിറ്റ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വെയിറ്റും മാസും രണ്ടാണ്. ഫിസിക്സിൽ രണ്ടാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ എർത്ത്. ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരാണ് വെയിറ്റ്. എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ബലമാണ്. ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. എൻ്റെ മാസ് 60 കിലോഗ്രാം ആണ്. അതെന്റെ മാസാണ് 60 കിലോഗ്രാം. പക്ഷെ എൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് 60 കിലോഗ്രാം അല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ ഇത്
60 കിലോഗ്രാമാണ് എൻ്റെ ഭാരം എന്ന് നമ്മൾ പറയുമെന്ന് വെച്ചാലും ഫിസിക്സിന്റെ ഭാഷയിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഭാരമല്ല, അത് മാസാണ്. ഭാരം എന്ന് പറഞ്ഞാൽ 60 കിലോഗ്രാം മാസുള്ള എന്നിൽ ഭൂമി ചെലുത്തുന്ന ആകർഷണ ബലമാണ്. അതെങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാസ് അതുമാതിരി തന്നെ ഗ്രാവിറ്റി, ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഇവിടെ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്നതാണ്. നമുക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഞാനും ഇവിടെ ഇരിക്കുന്ന ഈ ചെയറും അതും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. മനുഷ്യർക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ അതൊക്കെ അനുഭവപ്പെടില്ല, അതൊക്കെ തിയറിറ്റിക്കലായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ മാസീവായിട്ടുള്ള ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതിനാലാണ് ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ മാസീവായിട്ടുള്ള, വളരെ മാസുള്ള പിണ്ഡം കൂടിയ ഒരു ബോഡിയാണ്. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അതിൻ്റെ ഗുരുത്വ ആകർഷണ ബലമാണ് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. മറ്റുള്ള വസ്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കുട്ടികളെ അടുത്ത് നിന്നാൽ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ അത് അതിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. അതിനാൽ തന്നെ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഭൂമിക്ക് മാത്രമുള്ളതല്ല. പലപ്പോഴും അത്തരത്തിലൊരു തെറ്റിദ്ധാരണ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അട്രാക്ട്സ് ഈച്ച് അതർ ആൻഡ് ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഓർ പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസ്. ആ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അളക്കുകയാണെങ്കിൽ അത് എന്തിനോട് തുല്യമായിരിക്കും, അല്ലെങ്കിൽ എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് മാസ്, അവയുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. The gravitational force is directly proportional to the product of mass. മാസുകളുടെ ഗുണനഫലത്തിന് അനുപാതത്തിലായിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് അതിനെ പ്രൊപ്പോർഷണൽ, അപ്പൊ ഞാൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് എഴുതാണ്, ശ്രദ്ധിക്കണം. ലോ, ആ ഡെഫിനിഷനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ കാണാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 into m2. രണ്ട് മാസ്, ഞാനും ഭൂമിക്കും ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ എൻ്റെ മാസ് m1 ഉം ഭൂമിയുടെ മാസ് m2. ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഒരു മാസ് m1 ആയിട്ട് എടുത്തു, മറ്റേ മാസം m2 ആയിട്ട് എടുത്തു. അപ്പോൾ m1 into m2 ആണ് അതിന്റെ പ്രൊഡക്റ്റ്, ഗുണനഫലം. ഈസ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ എഫും കൂടും. അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ ഏതാ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന വസ്തുക്കൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, ദൂരം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പൊ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? സ്ക്വയർ ആയിട്ടാണ്. ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പൊ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ വേറെ ചിഹ്നം ഇല്ല, ഈ ചിഹ്നം തന്നെയാണ് ഉപയോഗിക്കുക. ഇൻവേഴ്സ് ആയിരിക്കണം 1/d². ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്യുമ്പോൾ f ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2/d². അപ്പൊ ഇതൊരിക്കലും ഒരു ഇക്വേഷൻ ആയിട്ടില്ല, ഇതൊരു പ്രൊപ്പോർഷൻ, അനുപാതത്തിലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മാത്തമാറ്റിക്സിൽ രണ്ട് അളവുകൾ പരസ്പരം അനുപാതത്തിലാണെങ്കിൽ ഇത് മാത്സിലെ നിയമമാണ്. അതിനെ നമുക്ക് ഈക്വൽ ടു ആക്കി കഴിഞ്ഞാൽ, സമമാണ് എന്നാക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇക്വേഷൻ ആയിട്ട് മാറുള്ളൂ. ഇത് ഫിസിക്സ് അല്ല, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. f g m1 m2/d². അതാണ് ഇക്വേഷൻ. g എന്ന് പറഞ്ഞാൽ ഇതാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് ആരാ? കാവൻഡിഷ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. ഇതിന്റെ വാല്യൂ എത്ര? ജിയുടെ വാല്യൂ എത്രയാണെന്നാണ്? 6.67 ഇൻറ്റു ജിയുടെ വാല്യൂ എത്ര? ജി എത്രയാ? m1 m2. m1 എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനൊന്ന് ഭൂമിയാണെങ്കിൽ ഒരെണ്ണം എന്റെ മാസ്, ഒരെണ്ണം ഭൂമിയുടെ മാസ്. ഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. പക്ഷെ ജി എത്രയാന്നുള്ളതാണ്. ജി 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പൊ ഈ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പൊ ഈ യൂണിറ്റും പഠിക്കണം. ജിയുടെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. ജിയുടെ യൂണിറ്റ്, ജിയുടെ വാല്യൂ. അപ്പൊ ഈ ജിയുടെ വാല്യൂ വളരെ ചെറുതാണ്. 6.67 ഇൻറ്റു 10⁻⁻11 എന്നാണ്.
6.67 into 10⁻⁻11 എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിക്ക് 6.67 ഡിവൈഡഡ് ബൈ എത്രയാ? 1 2 3 4 5 6 7 8 9 10 11 11 പൂജ്യം ഇടണം. 6.67 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയും ചെറിയ സംഖ്യയാണ് ജിയുടെ വാല്യൂ. അതിനാൽ തന്നെ M1 M2 ഇതിൽ ഏതെങ്കിലും ഒന്ന് വലുതായാൽ മാത്രമേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. പിന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? അട്രാക്ട്സ് ഈച്ച് അതർ. അതും ഓർക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരം ആകർഷിക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. അതായത് ഭൂമി എത്ര ശക്തി ഉപയോഗിച്ചാണോ എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതേ ശക്തി ഉപയോഗിച്ച് ഞാൻ ഭൂമിയെയും ആകർഷിക്കുന്നു. പരസ്പരമുള്ള ആകർഷണ ബലമാണ്, അല്ലാതെ ഒരാൾ മാത്രമല്ല. പക്ഷെ ഒരിക്കലും ഭൂമിയെ അട്രാക്ട് ചെയ്ത് എന്റെ അല്ലെങ്കിൽ സാധാരണ ചോദിക്കുന്നതാണ്, ഒരു ഹെലികോപ്റ്റർ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ പെട്ടെന്ന് എഞ്ചിൻ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വന്ന് ഭൂമിയിലേക്ക് വീഴേ പതിവുള്ളൂ. ഹെലികോപ്റ്റർ വന്ന് ഭൂമിയിലേക്ക് വന്ന് വീഴുള്ളൂ, അല്ലാതെ ഭൂമി ചെന്ന് ഹെലികോപ്റ്ററിലേക്ക് വീഴില്ല. പരസ്പരമുള്ള ആകർഷണ ബലമാണ്. പക്ഷെ എന്താ പ്രശ്നം? അതായത് ഭൂമി എത്ര ശക്തി ഉപയോഗിച്ചാണോ ഹെലികോപ്റ്ററിനെ ആകർഷിക്കുന്നത്, അത്രയും ശക്തിയിൽ ഹെലികോപ്റ്റർ ഭൂമിയെ ആകർഷിക്കും. പക്ഷെ ഭൂമി വളരെ മാസീവായിട്ടുള്ള ബോഡിയാണ്. ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന ശക്തി കൊണ്ട് ഭൂമിക്ക് ഒരിക്കലും അങ്ങോട്ട് ഉയരാൻ പറ്റില്ല. പക്ഷെ ഹെലികോപ്റ്റർ ചെറുതായ കാരണം ഭൂമി പ്രയോഗിക്കുന്ന ശക്തി കൊണ്ട് ഹെലികോപ്റ്റർ താഴേക്ക് വീഴും. അപ്പോൾ അതും ഓർക്കേണ്ടതാണ്. പരസ്പരം, ഈച്ച് അതർ, പരസ്പരമുള്ള ആകർഷണ ബലമാണ്. അടുത്തതായിട്ട് വരുന്ന ഇക്വേഷൻ, പിന്നെയോ ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ, ജിയുടെ വാല്യൂ, അത്രയും കാര്യങ്ങൾ അറിയിക്കണം. പിന്നെ ജിയുടെ വാല്യൂ ചെറുതാണ്. ഇനി ഈ ഫോർമുലയെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അതാണ് Gm1m2/d² എന്നുള്ളതാണ് ഫോർമുല. ഗുരുത്വാകർഷണ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാനുള്ള ഫോർമുല Gm1m2/d² എന്നുള്ളതാണ്. അപ്പോ നമുക്കിനി മാസ് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറും, ആ പട്ടികയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് എപ്പോഴും ഡി എന്ന് പറഞ്ഞാൽ d² ആണ്. അതിനാൽ ഡിയിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴും അതിന്റെ സ്ക്വയർ ആയിട്ടാണ് മാറ്റം വരിക. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ടത് M1 M2 Gm1 M2 M1 into M2 ആണ്. സ്വാഭാവികമായിട്ടും മാസ് കൂടിക്കഴിഞ്ഞാൽ എഫ് കൂടും. മാസ് ഇരട്ടിയായാൽ, ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായാൽ എഫ് 2 ഇരട്ടിയാവും. എങ്ങനെയത്? ഇപ്പൊ M1 ആണ്, ആ മാസ് ഡബിൾ ആവുക, ഇരട്ടി ആവുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഈസിക്കൽ ടു ജി ഇൻറ്റു ഇപ്പൊ M1 ആണ്, ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ 2M1 ആവണം, ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ d². അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഈസിക്കൽ ടു ഈ 2നെ എടുത്തു 2 ഇൻറ്റു Gm1m2/d². ഈ 2 ഇതെന്താ? Gm1m2/d² ആദ്യത്തെ വാല്യൂ അല്ലേ? അപ്പൊ ഒരു മാസ് ഡബിൾ ആയപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയും 2 ടൈംസ് ആയി. ഇനി 2 മാസം ഡബിൾ ആയി കഴിഞ്ഞാൽ ഇവിടെയും 2M1 into 2M2 എന്ന് വരും. അപ്പൊ എഫ് 4 ടൈംസ് ആവും. അതുമാതിരി ഡി പകുതിയായാൽ എഫ് ഈസിക്കൽ ടു Gm1m2/d² ആണ്. ഡി പകുതിയാവുന്ന എഫ് ഈസിക്കൽ ടു Gm1m2/d/2 ഹോൾ സ്ക്വയർ എന്നാ. d/2 ഹോൾ സ്ക്വയർ. ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഡി പകുതിയാവുന്ന d/2 ആവാം. അപ്പൊ ഹോൾ സ്ക്വയർ ഈ രണ്ടിനും ബാധകമാണ്. ഇതിന് എഫ് ഈസിക്കൽ ടു Gm1m2/d²/4. d²/4. ഇതിനെ ഇനി റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല വേണ്ടേ. അപ്പൊ എന്ത് കിട്ടും? എഫ് ഈസിക്കൽ ടു Gm1m2/d² ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ഡി പകുതി ആയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 4 ടൈംസ് ആവും. ഡി പകുതി ആയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 4 ടൈംസ് ആവും. ഇനി ഡി പകുതി എന്നുള്ളത് 1/3 ആയി മാറിക്കഴിഞ്ഞാൽ 1/3 ആയി മാറിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9 ടൈംസ് ആവും. അതാണ് ഓർക്കേണ്ടത്. കാരണം d/3 വരും. അപ്പൊ d/3 ഹോൾ സ്ക്വയർ വരും. അപ്പൊ d²/9 എന്നാണ് ഇവിടെ വരിക. ഇനി d 1/4 ആയാൽ, കാൽ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ, കാൽ ഭാഗമായിട്ട് മാറുന്ന അകലം ആദ്യം ഉള്ളതിനേക്കാൾ 1/4 ആയി, ആദ്യം ഉള്ളതിനേക്കാൾ കാൽ ഭാഗമായിട്ട് മാറി. അപ്പോൾ d/4 ആണ് വരിക. d/4 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പൊ എത്ര വരും? 16 ടൈംസ് ആവും. ഇനി d 1/5 ആയി കഴിഞ്ഞാൽ 25 ടൈംസ് ആവും.
അതാണ് ഓർക്കേണ്ടത്. ഡി കുറയണ കേസാണ്. ഡി കൂടിയാലോ, ഡി 2 ടൈംസ് ആവുക. ഡി 2 ടൈംസ് ആവുന്ന ആലോചിച്ച് നോക്കുക. ഡി കൂടുക, അകലം കൂടുക. അകലം കൂടി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. എത്ര കുറയും? 2 ടൈംസ് ആയി കഴിഞ്ഞാൽ 1/4 ആവും. 3 ടൈംസ് ആയി കഴിഞ്ഞാൽ 1/9 ആവും. 1/6 അല്ല, ഇനി ഡി 4 ടൈംസ് ആയി കഴിഞ്ഞാൽ 1/16 ആവും. അപ്പൊ അതാണ് പ്രത്യേകത ഡി സ്ക്വയർ ആയ കാരണം. അപ്പൊ ഈ ബന്ധം ഈ മാത്തമാറ്റിക്കലായിട്ട് മനസ്സിലാക്കാനായിട്ട് ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ. അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തത് ഈ ടേബിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തത് ജി M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, M2 എന്ന് പറഞ്ഞാൽ 10, D എന്ന് പറഞ്ഞാൽ 2. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള വാല്യൂ. ഇതായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് ഞാൻ ഇതിൽ റെഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോ ജിയുടെ വാല്യൂ ജി ഇൻറ്റു M1 M2, M1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ D സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ അത് കിട്ടി 12.5 G എന്ന് കിട്ടി. ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, 12.5 G എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത കേസിൽ M1 10 ആയി. ആദ്യത്തിലായിരുന്നു 5 ആയിരുന്നു, അത് 10 ആയി. M2 മാറ്റില്ല, 10 തന്നെ. ഡിക്ക് മാറ്റില്ല, അപ്പൊ 2 തന്നെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മാസം ഡബിൾ ആയി, ഒരു മാസം ഇരട്ടി. ഒരു മാസം ഇരട്ടി ഉത്തരം കിട്ടിയത് ആദ്യം 12.5 ആയിരുന്നു, ഇപ്പൊ 25 G ആയി. അപ്പൊ ഒരു മാസം ഡബിൾ ആയപ്പോ എഫ് ഡബിൾ ആയി. ഇനി അടുത്ത കേസിൽ എന്താ സംഭവിച്ചേ? അടുത്ത കേസിൽ 2ഉം 10 അല്ല 10ഉം 20. അടുത്ത കേസിൽ 10ഉം 20 അല്ലേ? 10ഉം 20. അത് ഞാൻ എഴുതിയിട്ടില്ല. 10ഉം ഓക്കെ. 10ഉം 20ഉം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? M1ഉം M2 ഇരട്ടി. M1ഉം M2 ഇരട്ടി ആയി കഴിഞ്ഞാൽ 4 ടൈംസ് ആവും. 4 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 ഇൻറ്റു 4, 4 ഇരട്ടിയായിട്ട് മാറും. അത് ഞാൻ എഴുതിയിട്ടില്ല, സ്വയം ചെയ്ത് നോക്കുക. ഇവിടെ 10 ഇൻറ്റു 20 നോക്കുക. 10 ഇൻറ്റു 20 ബൈ ഡി സ്ക്വയർ. ഡിക്ക് മാറ്റില്ല. അടുത്തത് 5ഉം 10ഉം പിന്നെ 4ഉം. 5ഉം 10ഉം 4ഉം എന്ന് പറഞ്ഞാൽ M1ഉം M2 മാറ്റില്ല. ഡിസ്റ്റൻസ് ഡബിൾ ആയി. ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ആലോചിക്കുക. ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം കുറയണം. ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ സ്ക്വയർ ആയ കാരണം എന്ത് സംഭവിക്കും? 1/4 ആവും. 1/4 ആയി. 3.125 G ആയി. അടുത്ത കേസ് നോക്കുക. 5, 10 മാസിന് മാറ്റില്ല. ഡിസ്റ്റൻസ് 2 ഉണ്ടായിരുന്നു, 1 ആയി. എന്ന് പറഞ്ഞാൽ പകുതി. ഡിസ്റ്റൻസ് കുറഞ്ഞു. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടണം. അപ്പൊ ഡിസ്റ്റൻസ് പകുതി ആയാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 4 ടൈംസ് ആവും. 4 ടൈംസ് ആവുമ്പോൾ 50 ആവും. ഇനി അടുത്ത് 10, 20, 1. 10, 20, 1 ആവുമ്പോ എന്ത് സംഭവിച്ചു? മാസ് 2ഉം ഡബിൾ ആയി, ഇത് പകുതി, ഡിസ്റ്റൻസ് പകുതി. അപ്പൊ മാസ് ഡബിൾ ആയാൽ അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടണം. ഡിസ്റ്റൻസ് പകുതി ആയാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടണം. മൊത്തം 16 ടൈംസ് ആവും. ഇത് 4 ടൈംസ്, ഇത് 4 ടൈംസ്. അപ്പൊ മൊത്തം 16 ടൈംസ് ആവും. അപ്പൊ 200 G. ഇനി അടുത്തത് സംഭവിച്ചത്? മാസിന് മാറ്റില്ല. ഡിസ്റ്റൻസ് 1/4 ആയി. ആദ്യം 2 ആയിരുന്നു, ഇപ്പൊ 1/2. ഇപ്പൊ 1/2 1/4 ആയി. അപ്പോഴും 16 ടൈംസ് ആവും. അപ്പോ 200 G. ഇതാണ്. അപ്പൊ ഈ ബന്ധം അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ട് അത് ചെയ്ത് പഠിക്കണം. ബുള്ളറ്റിനാണ്. 2 bodies are at a specific distance so as to attract each other. How many times will the mutual force of attraction be if it mass of one of them is doubled? ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് സംഭവിക്കും? എന്താണ്ടാവുക? ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഡബിൾ ആവും, ആകർഷണ ബലവും ഇരട്ടിയാകും, becomes double. ഇനി what if the mass of both bodies are doubled? 2 മാസും ഡബിൾ ആയി കഴിഞ്ഞാൽ 4 ടൈംസ് ആവും, 4 ഇരട്ടിയാവും. What if the distance between the bodies is doubled? ഡിസ്റ്റൻസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറയാണ് ചെയ്യുക. അപ്പൊ എന്താവും? ഡബിൾ ആക്കി കഴിഞ്ഞാൽ 1/4 ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ, ആദ്യത്തെ 1/4 ആയിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് when the distance
ബിറ്റ്വീൻ ദ ബോഡീസ് ഈസ് ഹാവ്ഡ്, അതായത് പകുതിയാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പകുതിയാക്കി കഴിഞ്ഞാൽ 1/2 ആയിട്ട് മാറാണ്. ഡിസ്റ്റൻസ് കുറഞ്ഞു, അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടണം. അപ്പൊ പകുതിയാക്കി കഴിഞ്ഞാൽ 4 ടൈംസ് ആവും, 4 ഇരട്ടിയാവും. ഇനി വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് 1/4, ഡിസ്റ്റൻസ് 1/4 ആക്കി കഴിഞ്ഞാൽ 4 ആക്കിയാൽ 1/4 ആക്കി കഴിഞ്ഞാൽ 16 ടൈംസ്, 16 മടങ്ങാവും. പിന്നെ അവിടെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യേ വേണ്ടു. അപ്പൊ അത് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്, സാർവത്രിക നിയമമാണ്. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു, അതാണ് ഓർക്കേണ്ടത്. ഇനി നമുക്ക് പക്ഷെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമി പ്രയോഗിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പൊ അതിന് പ്രത്യേക ഒരു പേര് പറയും, അതാണ് എന്ത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അത് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതാണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആകുമ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ F = mg(m1m2/d²). അപ്പൊ ഒരു ഭൂമി പ്രയോഗിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബോഡി ഭൂമിയാണ്. അപ്പൊ ഭൂമിയുടെ മാസ് നമുക്ക് ക്യാപിറ്റൽ M ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, വസ്തു ഒബ്ജക്റ്റ് മാസ് സ്മോൾ m ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഭൂമി ഡിസ്റ്റൻസ് സാധാരണ സെന്ററിലേക്കാണ് അട്രാക്ഷൻ. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഡിസ്റ്റൻസ് നമുക്ക് എത്രയായിട്ട് എടുക്കാം? സെന്റർ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് ആയിട്ട് എടുക്കാം, അപ്പൊ d. അപ്പൊ ഈ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരുത്തി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. അങ്ങനെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, എന്താ? F = ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, F = ഭൂഗുരുത്വാകർഷണ ബലം, G m1 ഒരു മാസ് ഭൂമിയുടെ മാസാക്കി എടുത്തു, മറ്റത് m ഏതാണോ ഒബ്ജക്റ്റ് അത് /d², അതെന്തായിട്ട് ഭൂമിയുടെ റേഡിയസ് ആരം, Gmm/r². അതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഭൂമി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഫിയർ അല്ല. പിന്നെ എങ്ങനെയാ? നിങ്ങൾക്കറിയാം, ഒരു കോഴിമുട്ടയുടെ മാതിരിയുള്ള ആകൃതിയാണ്. സ്വാഭാവികമായിട്ടും R എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ മാറും. പോൾസിലാണെങ്കിൽ പോൾ ഏതാണെന്നറിയാം? ധ്രുവങ്ങളിൽ R കുറവായിരിക്കും, ഇവിടെയോ R കൂടുതലായിരിക്കും. ഇക്വേറ്റർ, ഭൂമധ്യരേഖാ പ്രദേശത്ത് R-ന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ R-ന്റെ വാല്യൂ കുറഞ്ഞ ദിക്കില് ഡിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ, അകലം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആകർഷണ ബലം കൂടും. ഇനി R-ന്റെ വാല്യൂ കൂടിയ ദിക്കില്, R-ന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അകലം കൂടുകയാണ് ചെയ്യുന്നത്, അവിടെ ആകർഷണബലം കുറയും. അപ്പൊ ഭൂമിയുടെ സർഫസില്, ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ദിക്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരുപോലെയല്ല എന്ന് പറയാം. കാരണം ഈ റേഡിയസിലുള്ള മാറ്റമാണ്. പോൾസില്, ധ്രുവപ്രദേശത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും. ഇക്വേറ്ററില്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറവായിരിക്കും. അതും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ ഈസ് ദ എർത്ത് റിയലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? നോ. ഗോളാകൃതിയാണോ? അല്ല. ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് സെയിം എവരിവെയർ? അല്ല. ആരം ഒരുപോലെ അല്ല. വെയർ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ദ റേഡിയസ് മാക്സിമം? നമ്മൾ പറഞ്ഞു പോൾസ്. വെയർ ഈസ് ഇറ്റ് മിനിമം? ഇക്വേറ്റർ, ഭൂമധ്യരേഖാ പ്രദേശത്ത്, മറ്റത് ധ്രുവപ്രദേശത്ത്. അപ്പോൾ എവിടെയാണ് ആരം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്രുവപ്രദേശത്ത്. At which part of the earth is a body to be placed to experience maximum force of attraction? എവിടെയാണ് പരമാവധി ആകർഷബലം ലഭിക്കുന്നതിന് വെക്കേണ്ടത്? എവിടെയാ? Where the radius is large, ആരം കൂടുതലുള്ള സ്ഥലത്ത് ആണോ? ആരം കുറവുള്ള സ്ഥലത്താണോ? Where the radius is small, ഏതാ ഉത്തരം? Where the radius is small, ആരം കുറവുള്ള സ്ഥലത്ത് എന്നാണ് ഉത്തരം. If a body is being continuously raised from the surface of the earth, what happens to the force of attraction? ഉപരിതലത്തിൽ നിന്നും ഉയർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഉപരിതലത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ R എന്നുള്ളത് ഡിസ്റ്റൻസ്, അകലം കൂടി വരും. അകലം കൂടിയാൽ സ്വാഭാവികമായിട്ടും it decreases, gravitational force decreases, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം കുറയുന്നു എന്നാണ് ഉത്തരം. Imagine the body is moved from the surface to the earth. What happens? From the surface to the earth to its center. സെന്ററിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ,
സെന്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സെന്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെന്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിക്കാണ് വസ്തുവിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ സദിശ അളവാണ്, അതിന് ദിശയുണ്ട്. ഇവിടെ കൊണ്ടുവച്ചത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ സ്വഭാവം മാറി. ഭൂമിയുടെ ഇത്രയും ഭാഗം ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്രയും ഭാഗം അതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇത്രയും ഭാഗം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, അപ്പൊ അത്രയും ഭാഗം അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓരോ ദിശയിലുമുള്ള അട്രാക്ഷനില് ആകർഷണ ബലത്തിന് വിപരീത ദിശയിലും അട്രാക്ഷൻ സംഭവിക്കും. ഞാൻ അപ്പോൾ കുറച്ച് പാർട്ടാക്കിയിട്ടു ഇത് നിരവധി പാർട്ടാക്കി കാണിക്കാൻ പറ്റും. അത് സ്വാഭാവികമായിട്ടും ഇത് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവുക? 0 ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന ആകർഷണ ബലം 0 ആയിരിക്കും. അപ്പൊ കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന ആ സെന്ററിൽ അനുഭവപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. അതും പ്രത്യേകം ഓർക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ.